ഇപ്പോൾ അനീഷ് ദേവസി കൂടിയുണ്ട് കോഴിക്കോട് നിന്ന്. അനീഷ്, എന്തായാലും കാത്തിരുന്നതിന് ഉറക്കമൊഴിച്ചതിന് ഒരു നഷ്ടവുമില്ല. മദ്യം മറന്നാഘോഷിക്കുന്ന അർജന്റീനൻ ഫാൻസിനെ അർജന്റീനയുടെ ആ ആൽബേസ് സെലസ്റ്റൻ പതാക പാറിക്കളിക്കുന്ന കാഴ്ചയും കാണാം. എന്തായാലും സ്വിസ് കോട്ട തകർത്തുകൊണ്ട് അർജന്റീന സെമിയിലേക്ക് അങ്ങനെ രാജകീയമായി തന്നെ മാർച്ച് ചെയ്തിരിക്കുന്നു. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇന്ന് അർജന്റീന ആരാധകരുടെ ദിനമാണ്. ഏതായാലും അർജന്റീന ആരാധകർ വലിയ സന്തോഷത്തിലാണ്. ഇന്നത്തെ കളി എങ്ങനെ വിലയിരുത്തുന്നത്? അർജന്റീന ഒരു കളി ഇന്നത്തെ എങ്ങനെ വിലയിരുത്തുന്നത്? അടിപൊളി കളിയായിരുന്നു, ആവേശകരമായ കളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. ഒന്നും പറയാനില്ല, വലിയ എക്സൈറ്റഡ് ആണ് ഉള്ളത്. പിന്നെ സെമി ഫൈനൽ നമുക്ക് ഇംഗ്ലണ്ടിന്റെ അപ്പുറം കിട്ടിയത് നമുക്ക് അവിടെ വെച്ച് കാണാം. എങ്ങനെ കളി ഇന്ന് വിലയിരുത്തുന്നത്? കളി പോരെയെന്നു റെഡ് കാർഡ് കിട്ടിയോണ്ട് മാത്രമാണ് ഗോൾ അടിച്ചത്. കളി വളരെ മികച്ച കളിയായിരുന്നു. എപ്പോഴും നമ്മൾ രക്ഷിക്കാൻ വേണ്ടി മാലാഖിനെ പോലെ എപ്പോഴും അവസാനമായി ഒരാൾ വരുന്നത് ഭയങ്കര സന്തോഷം. ടീം ജയിച്ചു, അത് മതി. ടീം കുറയ്ക്കണ്ട. കളി എങ്ങനെ വിലയിരുത്തുന്നത്? അടിപൊളി കളിയാ. തോൽക്കുന്നു വിചാരിച്ചതൊക്കെ വായയിൽ അടിച്ചു കൊടുത്തു. അടിപൊളി കളി തുടരും. കളി എങ്ങനെ വിലയിരുത്തുന്നത്? ഇല്ല കളി ഒന്നും പറയാം. മെസ്സി ഗോൾ അടിക്കാത്ത സങ്കടം. കളി എങ്ങനെ വിലയിരുത്തുന്നത്? അടിപൊളി. മെസ്സി ഗോൾ അടിക്കാത്ത സങ്കടമുണ്ടോ? മെസ്സി ഗോൾ അടിക്കാത്തതിൽ നിരാശയാണോ? മെസ്സി ഗോൾ അടിക്കാത്തതിൽ നിരാശയാണോ? ഇല്ല, എങ്ങനെ എത്ര പുറകിലേക്കാണെങ്കിൽ അർജന്റീനയാണെന്നുള്ളൊരു എന്തായാലും ആരാധകർക്ക് ആഘോഷിക്കാൻ ടി എൻ പ്രതാപനൊക്കെ തന്നെ ഒരു വലിയ ആകാംക്ഷയുടെ മുൾമുനയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ശ്രീതയായിരുന്നു. ശ്രീത, എന്താണ് അവിടുത്തെ അവസ്ഥ? ടി എൻ പ്രതാപ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടി എൻ പ്രതാപ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, മണലൂര് പോലെ ആയില്ല. ഇല്ല, മണലൂര് ഉറപ്പ് പോലെ. മണലൂര് ശരിക്കും പറഞ്ഞാൽ അവസാനത്തെ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ 126 വോട്ടിന് ഞാൻ പുറത്തു പോയെങ്കിലും ഇത്തവണ അവസാന പോരാട്ടത്തിൽ 3-1 അർജന്റീന ജയിച്ചു. 300 മിനിറ്റ് വരെ തീ തിന്നു. ഇതുപോലെ തീ തിന്നൊരു മത്സരം നടത്തുന്നുണ്ടായിട്ടില്ല. സ്വിറ്റ്സർലൻഡിന് ഒരു സല്യൂട്ട് കൊടുക്കാതെന്ന് പറഞ്ഞു. ഞാൻ അർജന്റീന ഫാനാ. ഒരു സല്യൂട്ട് സ്വിറ്റ്സർലൻഡ് കൊടുക്കുകയാണ്. 10 കളിക്കാരെ മാത്രമായി നിന്നിട്ട് പോലും അവർ നടത്തിയ ഒരു പ്രതിരോധമുണ്ട്, പോരാട്ടം. അത് ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകന്മാർക്ക് ആ പോരാട്ട വീര്യം ഒരു ആവേശം തന്നെയാണ്. ഇന്നത്തെ സല്യൂട്ട് സ്വിറ്റ്സർലൻഡിന് വിജയത്തിന്റെ ആശംസ. അടുത്ത ലോകകപ്പ് അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും മണലൂരിലേക്ക് ഒരു ചാട്ടം ചാടാം. നമ്മള് മന്ത്രിയുടെ പ്രതികരണം കൂടി നമുക്ക്. മിനിസ്റ്ററെ, 90 മിനിറ്റ് തീർന്നില്ലേ? 90 മിനിറ്റിലുണ്ടായില്ല. ആദ്യ 10 മിനിറ്റ് തൊട്ട് നമ്മൾ ജയിച്ചു കണക്കാക്കി പോസ്റ്റൊക്കെ ഇട്ടു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കളി മാറി. ഒരാൾ പുറത്തു പോയിട്ടും സ്വിറ്റ്സർലൻഡ് മനോഹരമായി 10 പേരെ വെച്ച് നല്ല പ്രതിരോധം നടത്തി. അവരെ പലപ്പോഴും പല ഗോളായി മാറേണ്ടതൊക്കെ അവർ പ്രതിരോധിച്ച് നിർത്തി. അത് എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. അപ്പോൾ എൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത്, നേരത്തെ നിങ്ങളൊക്കെ ചോദിച്ച പോലെ ഇത്രയും ദിവസം ടീം ഏതാന്ന് പറഞ്ഞില്ല, ഇന്ന് ടീം ഏതാന്ന് പറയുകയും ചെയ്തു. ടീം എങ്ങാൻ അല്ല ജയിച്ചല്ലോ, അർജന്റീനയാണല്ലോ പറഞ്ഞത്. എന്നിട്ടെങ്ങാൻ ആ ടീം തോറ്റാൽ അപ്പൊ ഇന്ന് ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു സോഷ്യൽ മീഡിയ പ്രഹരമുണ്ട്. അത് വേറെ ഈ സ്വിറ്റ്സർലൻഡ് ഒരു ഗോൾ അടിച്ചപ്പോൾ പിന്നീട് നിന്ന് ചിലർ വിളിച്ചു പറഞ്ഞു, സ്പോർട്സ് മിനിസ്റ്ററുടെ ടീം ഏതാണെന്ന് മനസ്സിലായല്ലോ, പൊയ്ക്കോ മുങ്ങിക്കോ എന്ന്. അപ്പോൾ മന്ത്രി പറഞ്ഞു, ഇല്ല, ഞാൻ കൊടുങ്ങല്ലൂർ പിടിച്ചെടുത്തതുപോലെ എൻ്റെ അർജന്റീന ഈ ക്വാർട്ടർ പിടിക്കുമെന്ന് പറഞ്ഞു പുള്ളി. എന്നോട് ചെവി പറഞ്ഞു, ഞാൻ കൊടുങ്ങല്ലൂർ എങ്ങനെ തിരിച്ചു പിടിച്ചു എന്നതുപോലെ അർജന്റീന 1-1 സമത്തിലാണെങ്കിൽ പോലും നിങ്ങൾ നോക്കിക്കോ, അവസാന നിമിഷത്തിൽ പിന്നെ അർജന്റീന പിടിക്കും എന്ന് പുള്ളി പിന്നിലേക്ക് വിളിച്ച് പറയാൻ പറഞ്ഞു. അത് തന്നെയാണ്. അല്ല, അവിടെ അവസാന നിമിഷം കയറി വന്നത്. അപ്പം പക്ഷേ ഇന്നത്തെ കളിയുടെ ആവേശം ഇന്ന് ഇങ്ങനെ സംഭവിച്ചതാണ്. ഇത് 90 മിനിറ്റിൽ ഏകപക്ഷീയമായി അർജന്റീന ജയിച്ചിരുന്നെങ്കിൽ ഈ കളി ഇത്ര മനോഹരമായിട്ട് കാണാൻ വേണ്ടി കഴിയില്ല, ആസ്വദിക്കാൻ വേണ്ടി. അതിന്റെ കളിയുടെ മനോഹാരിതയാണ്. സ്വിറ്റ്സർലൻഡ് ടീമിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അവർക്കൊരു സല്യൂട്ട് എന്നാണ് പറയുന്നത്. എന്തായാലും കളി അർജന്റീന ജയിച്ചിരിക്കുന്നു. എന്തായാലും കായിക മന്ത്രിയും ടി എൻ പ്രതാപനും ഒക്കെ തന്നെ അർജന്റീനയുടെ ആ വിജയാഹ്ലാദത്തിൽ നിൽക്കുകയാണ്, വിജയാഘോഷത്തിൽ നിൽക്കുകയാണ്. അർജന്റീന ആരാധകർക്കൊക്കെ തന്നെ സന്തോഷത്തിന്റെ നിമിഷമാണ്. പിന്നിൽ നിന്ന് ഒരു ഘട്ടത്തിൽ കളി കയ്യിൽ നിന്ന് പോയി എന്ന കരുതൽ നിന്ന് അർജന്റീന ജയിച്ചു കയറുന്ന കാഴ്ച. അങ്ങനെ 3-1 സ്വിറ്റ്സർലൻഡിനെ തോൽപ്പിച്ചുകൊണ്ട് അർജന്റീന സെമിയിലേക്ക് മാർച്ച് ചെയ്യുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.